ഇനി ഡൽഹിയിലേക്കാണ് മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. പുതിയ പേരുകൾ കൂടി ഈ ചർച്ചയിൽ ഇടം പിടിക്കുന്നുണ്ട്. നേരത്തെ കേട്ടതിന് പിന്നാലെ മറ്റ് പല പേരുകൾ കൂടി പരിഗണനയിൽ വരുന്നുണ്ട്. വനിതാ മുഖ്യമന്ത്രിയെ പരിഗണിക്കുന്നതും ആലോചനയിലാണ്. പർവേഷ് വർമ്മയ്ക്കൊപ്പം തന്നെ രേഖാ ഗുപ്തയുടെ പേരും സജീവ ചർച്ചയിലാണ്. പ്രധാനമന്ത്രി തിരിച്ചെത്തിയാലുടൻ തന്നെ പ്രഖ്യാപനം നടത്താനാണ് നീക്കം. അതിനിടയിൽ നേതാക്കൾ അമിത്ഷായുമായും JP നദ്ദയുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ശരത് ലാലുണ്ട്. ശരത്, ഗുഡ് മോർണിംഗ്. ഡൽഹിയിൽ ഉജ്ജ്വല വിജയം തേടിയതിന് പിന്നാലെ BJP-യിൽ മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചകൾ ചൂട് പിടിക്കുകയാണ്. ആരിലേക്കാണ് അവസാനം ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നത്? എങ്ങനെയാണ് രാഷ്ട്രീയ നീക്കം? ഗുഡ് മോർണിംഗ്. ശ്രീലക്ഷ്മി വ്യക്തമാക്കിയതുപോലെ ഡൽഹിയിൽ പുതിയ പേരുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഡൽഹിയെ സംബന്ധിച്ചോളം BJP-ക്ക് വലിയ തിടുക്കം തോന്നാത്ത രീതിയിലാണ് BJP കേന്ദ്ര നേതൃത്വം കാര്യങ്ങൾ വിലയിരുത്തുന്നത്. കാരണം ഇന്നലെ തന്നെ 10 MLA-മാർ ഘട്ടങ്ങളായി, അത് 10 പേരുള്ള MLA-മാരെ JP നദ്ദയും അമിത്ഷായും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 10 MLA-മാർ വീതമുള്ള ബാച്ചുകളായിട്ടാണ് ഇന്നലെ മുതൽ കേന്ദ്ര നേതൃത്വം ചർച്ച നടത്താൻ തുടങ്ങിയിരിക്കുന്നത്. ഇന്നലെ പാർലമെന്റിൽ വെച്ചായിരുന്നു ആദ്യ 10 MLA-മാരുമായുള്ള ചർച്ച. അത് പ്രതിപക്ഷ നേതാവിന്റെ ഡൽഹിയിലെ നേരത്തെ പ്രതിപക്ഷ ഇപ്പോഴത്തെ രോഹിണി തിരഞ്ഞെടുക്കപ്പെട്ട വിജേന്ദ്ര ശർമ്മയുടെ നേതൃത്വത്തിലുള്ള 10 പേരാണ് ഇന്നലെ JP നദ്ദയുമായിട്ടും അത് കഴിഞ്ഞ് അമിത്ഷായുമായിട്ട് ചർച്ച നടത്തിയത്. ഈ ചർച്ചകളിൽ കൂടി ഒരു സമവായം ഉരുത്തിരിയാനും അല്ലെ MLA-മാരുടെ മനമറിയാനുമുള്ള ഒരു നീക്കങ്ങളാണ് BJP നടത്തുന്നത്. സംബന്ധിച്ചോളം മുഖ്യമന്ത്രി മാത്രമല്ല, മന്ത്രിമാരെ കുറിച്ചും മന്ത്രിമാരും അന്ന് തന്നെ സത്യപ്രതിജ്ഞ നടത്തുന്ന അന്ന് തന്നെ മന്ത്രിമാരെയും തെരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ട്. മന്ത്രിസഭ പൂർണ്ണമായി ആരും സത്യപ്രതിജ്ഞ മുഖ്യമന്ത്രി മാത്രമായിരിക്കില്ല. ഇതിനിടയ്ക്ക് ഉപമുഖ്യമന്ത്രിമാർ വേണമെന്ന ഒരു നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട്. ഏതായാലും BJP-യെ സംബന്ധിച്ചോളം മിന്നുന്ന വിജയമുള്ളതുണ്ട്. അതുപോലെ തന്നെ ആപ്പിൽ നിന്ന് മാറി വന്ന മന്ത്രിമാരുണ്ട് BJP-യിൽ ടിക്കറ്റിൽ നിന്ന് മത്സരിച്ച്, അവരെ കൂടി മന്ത്രിയാക്കണം. ഇങ്ങനെ നിരവധി ചർച്ചകൾ നടക്കുന്ന വേളയിൽ കൂടിയാണ് ഇപ്പോൾ. ഏതായാലും 14-ാം തീയതി പ്രധാനമന്ത്രി തിരിച്ചെത്തും. പ്രധാനമന്ത്രി തിരിച്ചെത്തിയാൽ അന്ന് തന്നെ ഈ സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകും. 15-നോ 16-നോ സത്യപ്രതിജ്ഞ ചടങ്ങ് വിപുലമായ രീതിയിൽ നടത്താനാണ് BJP ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഏതായാലും വനിതാ മുഖ്യമന്ത്രി എന്ന കാര്യത്തിലുള്ള ചർച്ച വളരെ RSS-ഉം ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം നിഷാദ് ഘാട്ടിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വൻ ഭൂരിപക്ഷത്തിൽ 32,000 വോട്ടുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട രേഖാ ഗുപ്തക്കാണ് ഇതിൽ പ്രാഥമിക സ്ഥാനം. അങ്ങ് പുറമേ നിന്ന് MLA-മാരിൽ നിന്ന് മുഖ്യമന്ത്രിയാണ് വരികയാണെങ്കിൽ വരുന്ന 2 പേരുകളാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഒന്ന് പർവേഷ് വർമ്മയും അതേപോലെ നിഷാദ് ഖാൻ തെരഞ്ഞെടുത്ത രേഖാ ശർമ്മയും. ഏതായാലും BJP-യെ സംബന്ധിച്ചോളം BJP നേതൃത്വം ഈ ചർച്ചകൾ തുടരുകയാണ്. ലക്ഷ്മി. ശരി, ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്.